നമസ്കാരം. IFPHന്റെ 2157 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണ്. അതിനെക്കുറിച്ച് പ്രത്യേക പരിപാടിയാണ്. ആദ്യമായി ഒരു നിമിഷമൗന പ്രാർത്ഥന. നന്ദി. നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ തകർക്കാം എന്നുള്ള ഒരു ആശയമാണ് ഇത്തവണത്തെ ഹെപ്പറ്റൈറ്റിസ് ദിനം പ്രമാണിച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഡോക്ടർ ഷീലയെ ആഗ്രഹം ക്ഷണിക്കുന്നു. ഷീല. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം പറയാൻ ഏൽപ്പിച്ച IFPHന്റെ ഭാരവാഹികൾക്ക് ആദ്യമായി വിനീതമായി കൂപ്പുകൈ നന്ദി. ഇന്നത്തെ ഈ മനോഹരമായ ചടങ്ങിലേക്ക് സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹോമിയോ പ്രേമികൾക്കും ആദ്യമായി സ്വാഗതം പറയട്ടെ. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ജൂലൈ 28, 2008 ആദ്യമായി വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഉണ്ടായത്. അതിനുശേഷം 2010 അത് WHO അതിനെ അഡോപ്റ്റ് ചെയ്യുകയും അന്ന് മുതൽ എല്ലാ വർഷവും ജൂലൈ 28 ഇത് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ ജൂലൈ 28 പ്രത്യേകത? അതിന് നോബൽ പ്രൈസ് ജേതാവായ ഡോക്ടർ ബറൂക്ക് ബ്ലംബർഗ് എന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ജൂലൈ 28. എന്താണ് ഈ ജന്മദിനത്തിന്റെ പ്രത്യേകത എന്നല്ലേ? അദ്ദേഹമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആദ്യമായി കണ്ടുപിടിച്ചത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 28 നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടിയിലെ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ NB സുഗതൻ, MD ഹോമിയോ PhD. പ്രിൻസിപ്പളാണ് അദ്ദേഹം. ശാരദാകൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കുലശേഖരത്തിലെ പ്രിൻസിപ്പളാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഹെപ്പറ്റൈറ്റിസ് ചികിത്സ ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്താനായി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ മധുസൂദന പണിക്കർ സാറാണ് ഇതിനുവേണ്ടി ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഈ പ്ലാറ്റ്ഫോം IFPHന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വീണ്ടും ഒന്നുകൂടി ഇവിടെ സന്നിഹിതരായ എല്ലാ വിശിഷ്ട അതിഥികൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. നന്ദി, നമസ്കാരം. വളരെ നന്ദി ഡോക്ടർ ഷീല. ഉദ്ഘാടനത്തിനായിട്ട് ഡോക്ടർ സുഗതൻ, പ്രിൻസിപ്പാൾ ശാരദാകൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്ലീസ്. നമസ്കാരം. കേൾക്കാമല്ലോ? കേൾക്കാം. ആദ്യമായിട്ട് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കൊണ്ടാടുന്ന, അതായത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന IFPHന് എന്നെ ഒരു ഉദ്ഘാടകനായി ക്ഷണിച്ചതിൽ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിച്ചു. എല്ലാ IFPHന്റെ ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുക. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഒബ്സർവ് ചെയ്യുന്നത് മാഡം സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും ജൂലൈ 28. അതൊരു ഗ്ലോബൽ അവയർനെസ് ഹെപ്പറ്റൈറ്റിസ് ആൻഡ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണത് കൊണ്ടാടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട 2026 സ്ലോഗൻ എന്ന് പറയുന്ന പ്രത്യേകിച്ചും 4 വിഷയങ്ങൾ, അതായത് 4 ഹാബിറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്ന് സമീകൃത ഹെൽത്തി ഡയറ്റ്, സമീകൃത ആഹാരം, അതുപോലെ ആക്റ്റീവ് ആയിട്ടിരിക്കുക, അതുപോലെ മിനിമം ഓർ അവോയ്ഡ് ആൽക്കഹോൾ കൺസ്യൂംഷൻ ആൻഡ് റൊട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ. ഈ 4 വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവെയർ ചെയ്യാനാണ് പറഞ്ഞത്. അതോടൊപ്പം ഒരു കമ്മ്യൂണിറ്റി സ്ക്രീനിങ്ങും എഡ്യൂക്കേഷണൽ വെബിനാർസ് പോലെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആശയമായിട്ട് അവരുടെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂചിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഹെപ്പറ്റൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതായത് നമ്മൾ ഇന്ന് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്, അതൊരു വൈറസ് കൊണ്ടുണ്ടാകുന്നതാണെങ്കിലും നമുക്കിന്ന് വളരെയധികം വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ എല്ലാവരെയും നമ്മുടെ ഉപദ്രവിച്ചുകൊണ്ട്, അതായത് വളരെയധികം നമ്മുടെ ജീവിതശൈലിയിൽ കൂടെ ഒരു രോഗമായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മുടെ ഈ ഫാറ്റി ലിവർ ആയാലും ശരി, ലിവർ ഡിസീസ് ആയാലും ശരി. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ
ഒരു കേരളത്തിൽ നമ്മൾ തിരുവനന്തപുരം അല്ലെങ്കിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പോകുമ്പോൾ നമുക്ക് മുമ്പ് വളരെ അപൂർവമായിട്ട് കാണുന്ന നമ്മളെ റെസ്റ്റോറൻറ്റിന് പകരം ഇന്ന് വഴിയോര കച്ചവട കേന്ദ്രങ്ങളുടെ എണ്ണം വളരെയധികം കൂടി. കാരണം ഈ കച്ചവട സ്ഥാപനങ്ങളിൽ വളരെ അധികമായിട്ട് ഉണ്ടാകുന്ന ഈ കൊഴുപ്പും, അതായത് പിന്നെ മസാലകളും ഉൾപ്പെടുന്ന എണ്ണകളും, വളരെ മോശമായ എണ്ണകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പലഹാരങ്ങളും മറ്റും കഴിക്കാനുള്ള ട്രെൻഡ് ഇന്നത്തെ യുവാക്കളുടെ ഇടയിലും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് അത് വളരെയധികം നമുക്ക് പ്രകടമാണ്. വളരെയധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഉണ്ടാവും. ആ രുചിക്ക് പിന്നാലെ പോകുന്ന വ്യായാമമില്ലാത്ത ഒരു തലമുറ, അലസമായ ഒരു ജീവിതശൈലിയെ നമ്മളെ കാത്തിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, അതായത് ഹെൽത്ത്, നമ്മളെ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ കാണുന്ന ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഡെസ്കാണ്. അപ്പൊ നമ്മൾ നക്ഷത്ര ചികിത്സ തേടി നമ്മൾ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്യൂവിന്റെ വളരെ ഓരമായിട്ട് നിൽക്കുന്ന ഏത് ഹോസ്പിറ്റലിലും സൈഡിൽ നിൽക്കുന്നത് ഹെൽത്ത് ഡെസ്കുകളാണ്, ഇൻഷുറൻസിന്റെ ഹെൽത്ത് ഡെസ്കാണ്. ഇപ്പൊ മനുഷ്യൻ ആ പാതയിലോട്ട് കൂടി നമ്മളെ കോടിക്കണക്കായ രൂപകളെ കൊണ്ട് ചെലവാക്കുകയാണ്. കാരണം ഇന്ന് നമുക്ക് ഒരു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കുമ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കാർ പാർക്കിംഗ് ആണ്. അപ്പൊ ഈ ഒരു 9 മണി മുതൽ 2 മണി വരെ മിക്ക മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും ഒരു കാറിന് ഒരു പാർക്കിംഗ് പ്ലേസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു വളരെ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ, തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള ഒരു 10 ഹോസ്പിറ്റൽ നോക്കിയാൽ 10 ഹോസ്പിറ്റലിലും ഈ ഒരു കുറിപ്പിട്ട സമയത്തിനകത്ത് നമുക്കൊരു പാർക്കിംഗ് പ്ലേസ് കിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര കോടികളാണ് അവിടെ ഈ ഒരു ഹോസ്പിറ്റല് എന്ന് പറയുന്ന ഒരു ഫുഡ് ബിസിനസ്, ഇൻഷുറൻസ് ബിസിനസ്, അതുള്ള മൾട്ടിനാഷണൽസ് ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബിസിനസ്, അത് കഴിഞ്ഞ് മെഡിസിൻ ബിസിനസ്, മെഡിസിൻ്റെ ഫാർമസി ബിസിനസ്. അങ്ങനെ ഒരു വിഷയത്തിൽ നിന്ന് അകത്തു നിന്നുകൊണ്ടാണ് ഹോമിയോപ്പതി എന്ന ഒരു ചികിത്സാശാസ്ത്രം നമ്മൾ അതിലേക്ക് വേണ്ടി അതിന് നമ്മുടേതായ അനുഭവങ്ങളും എക്സ്പീരിയൻസുകളും പറയുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, അതായത് ഫാറ്റി ലിവർ എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ 70% ആൾക്കാരുടെ ഇടയിലും ഇന്ന് ഫാറ്റി ലിവർ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ചികിത്സയോടൊപ്പം നമ്മുടെ പഴയ ജീവിതശൈലിയോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മുടെ പരമാവധി പഴയ കൃഷി രീതിയോട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു എത്താവുന്നത്ര ദൂരം പോവുക. ഒരു ചെറിയൊരു 5 പ്ലാന്റാണ്, നമ്മൾ 5 വെജിറ്റബിളിൻ്റെ ഒരു പ്ലാന്റാണ് നമ്മൾ വെക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് നോക്കുക. ടെറസ് കൃഷി പോലെയുള്ള ഒരുപാട് ഇപ്പം പബ്ലിസിറ്റി കിട്ടുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതിനെയൊക്കെ നമ്മൾ രാസവളത്തിനെ ഒഴിവാക്കുക. ഹിറ്റ് പോലെയുള്ള ഒരുപാട് പാറ്റായും അതുമൊക്കെ കളയുന്ന വിഷയങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇത്തരം കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഇതിനോട് ശ്രദ്ധിക്കണം. ഡയറ്റ് ശ്രദ്ധിക്കണം, വ്യായാമം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ പ്രധാന പ്രാസംഗികനായിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള മധുസൂദന പണിക്കർ സാറ്, അദ്ദേഹം ഈ ഹെപ്പാറ്റൈറ്റിസ് ചികിത്സ എന്ന് മാത്രമല്ല ഹോമിയോപ്പതി രംഗത്ത് കേരളത്തിലെ അറിവിൻ്റെയും തൻ്റെ എക്സ്പീരിയൻസും കൊണ്ട് വളരെയധികം ഒരു ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് തൻ്റെതായ ഒരു സ്ഥാനം നേടിയ വ്യക്തിയാണ്. എൻ്റെ ഒരു ആചാര്യസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രഭാഷണം ഞാൻ തീർച്ചയായിട്ടും കേൾക്കും. അദ്ദേഹത്തിൻ്റെ വളരെയധികം എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ചികിത്സ ഇതുകൊണ്ട് എനിക്ക് കേൾക്കാനുള്ള ഇട വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ പേരിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ മോഡറേറ്റർ ഡോക്ടർ GS മനോജ്, സ്വാഗതം പ്രാസംഗികനായ ഷീല ഡോക്ടർ, അതുപോലെ കൃതജ്ഞത രേഖപ്പെടുന്ന ഷൈല മാഡം, എല്ലാവരെയും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു ഹെപ്പാറ്റൈറ്റിസ് വൈറൽ ഹെപ്പാറ്റൈറ്റിസിൻ്റെ അല്ലെങ്കിൽ ഹോമിയോപ്പതി ഭാഗമായിട്ട് ഹെപ്പാറ്റൈറ്റിസ് ദിനം ആചരിക്കുന്ന IFPHൻ്റെ ഈ വേളയിൽ എന്നെ ഒരു സ്വാഗതം ഉദ്ഘാടകനായിട്ട് വഹിച്ചതിന് സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. ഈ പറഞ്ഞ പോലെ അഗ്നിയെ കണ്ട് മോഹിച്ച് ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു എന്നുള്ള രാമായണ വാക്യത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. ധാരാളം ഈ പറഞ്ഞ പോലെ മണവും രുചിയും ഉള്ള ആഹാരം കാണുമ്പോൾ ആ കെണിയിലേക്ക് വീഴുന്നു. അതുപോലെ തന്നെ നല്ലൊരു കേരളത്തിന്റെ ആരോഗ്യ മേഖല സൂചകമായിട്ട് അടുത്ത കാലത്തായിട്ട് മാധ്യമങ്ങളിൽ വന്നൊരു കാര്യമാണ് കാർ പാർക്കിംഗ് ഏരിയ.
എനിക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ലേഖനം റീസെന്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർ സുഗതന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. വളരെ നന്ദി ഡോക്ടർ സുഗതൻ, പങ്കെടുത്തിൽ തുടരുക. നമുക്ക് ഇനി പറഞ്ഞ പോലെ അതിന്റെ പ്രധാന പരിപാടി പ്രഭാഷണമാണ്. അതിൽ ഏറ്റവും അഗ്രഗണ്യമായ ഒരാളെ തന്നെ നമ്മൾ കിട്ടിയിരിക്കുകയാണ്, മധുസൂദൻ പണിക്കർ സാർ. സാറേ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യണേ സാറേ. സാറ് മ്യൂട്ട് ആണേ, അൺമ്യൂട്ട് ആക്കണേ. ലാപ്ടോപ്പ് താഴോട്ട് വരും. ഓക്കെ സാർ, ഓക്കെ. സാർ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ. എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. പ്രത്യേകിച്ച് സുഗതൻ സാറിന്. അദ്ദേഹത്തിന് ഞാൻ ഇതുവരെയും ഗുരുതുല്യനായിട്ട് കണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം അവരുടെ കോളേജിലൊക്കെ പോയി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഈ ഹോമിയോപ്പതി ഫ്രട്ടേണിറ്റി വന്നിട്ടുള്ള ഗുണങ്ങളാണ്. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സബ്ജക്റ്റ് ഞാൻ തുടങ്ങുകയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ. നമ്മളെല്ലാം ഹെപ്പറ്റൈറ്റിസിന് പഠിക്കുന്നുണ്ട്, ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സിറോസിസ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നത്തെ വേദിയിൽ ഹെപ്പറ്റൈറ്റിസിന് എങ്ങനെ കണ്ടുപിടിക്കാം, എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുള്ള കുറച്ച് നല്ല മരുന്നുകളുടെ തെറാപ്പറ്റിക്സും കൂടെ പറഞ്ഞിട്ട് ഇത് അവതരിപ്പിക്കാമെന്നാണ് എൻ്റെ വിചാരം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹെപ്പറ്റൈറ്റിസ് ബി പതോജനിസിസ്, വൈറൽ ഇൻഫെക്ഷൻ ലിവർ കോസ്ഡ് ബൈ ഹെപ്പറ്റൈറ്റിസ് ബി. എൻ്റെ ഫാമിലി വൈറയുടെ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പാർഷ്യൽ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്. വൺ ഓഫ് ദി ലീഡിംഗ് കോസ് ഓഫ് സിറോസിസ് ആൻഡ് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ വേൾഡ് വൈസ്. അപ്പം ഏറ്റവും വലിയൊരു കോസ്, നമ്മൾ വലിയ ഡയറ്റൊക്കെ നോക്കി പോയാലും വളരെ സാധ്യമായിട്ട് ജീവിച്ചാലും ചിന്തകൾ കൊണ്ടുള്ള ഇൻഫ്ലേഷൻ കുറച്ചാലും ഒക്കെ പോലും അൺഹൈജീനിക് ഇഞ്ചക്ഷനോ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിലുള്ള ഒരു കോണ്ടാക്റ്റോ ഒക്കെ നമ്മൾ ഈ വൈറസിന് വിധേയമാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ബേസിക്കലി മരുന്നിനേക്കാൾ ഫണ്ടമെന്റലി നമ്മൾ അതിനുള്ള സാധ്യതകൾ ഒഴിവാക്കുക, ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാധ്യതകൾ ഒഴിവാക്കുക, ഫുഡ് എലിജിബിൾ ആക്കുക, കരളിന് ടോക്സിക് ആയിട്ടുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ പേഷ്യൻസിനെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുക. കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നാൽ പോലും അതിനൊരു വലിയ ശ്രമമാണ് നമ്മൾ ആശുപത്രിയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. Mode of transmission: blood transfusion, needle sharing, health air exposure, sexual transmission, mother to child during birth, tattooing, piercing with unsterile instrument. അപ്പം ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് കാരിയർ ഉണ്ടെങ്കിൽ അത് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ അത്യാവശ്യങ്ങൾ വളരെ കുറയാക്കാനുള്ള ഒരു ആരോഗ്യ ശൈലി നമ്മൾ ഡോക്ടർമാരെങ്കിലും അത് കൃത്യമായിട്ട് പാലിക്കുക. നമ്മൾ അനുശാസിക്കുമ്പോൾ നമ്മൾ പാലിക്കുന്നവരായിരിക്കണം തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ അനുശാസനത്തിന് ബലമില്ലാതെ പോയി. നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ആ ഫുഡും ഫുഡ് ഹാബിറ്റ്സും ലൈഫും നമ്മൾ അതിന് വിഭിന്നമായ ഒരു സ്റ്റേജിൽ ഒരു പേഷ്യൻസ് നമ്മളെ കാണാൻ ഇടവരുത്തരുതെന്നുള്ളതാണ് ഈ ദിനത്തിൽ ഡോക്ടർമാരോട് 50 വർഷം പ്രാക്ടീസ് പരിചയമുള്ള എനിക്ക് ഉപദേശിക്കാനുള്ളത്. അതൊരു വലിയ കാര്യമാണ്. ഒരു വലിയ അഡാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡാപ്ഷനിലെ ഒരു ഹോമിയോപ്പതിന്റെ ശൈലി, ഹോമിയോപ്പതി ഡോക്ടറുടെ ഒരു സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് വളരെയേറെ ശ്രദ്ധേയമാവേണ്ട ഒരു കാര്യമാണത്. എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഇൻക്യുബേഷൻ പീരീഡ് 40 to 180 days ആണ്. ആഫ്റ്റർ 3 മാസം വരെ നമുക്ക് സിംറ്റംസ് ഒന്നും കാണത്തില്ല. 3 മാസത്തിനുള്ളിൽ ഒരു ബ്ലഡ് ടെസ്റ്റ്, ഒരു അൺഹൈജീനിക് ഇൻഫ്ലേഷൻ ഉണ്ടായെന്ന് സംശയിക്കുന്നവർ പോയി ഇതൊക്കെ ആദ്യത്തെ 90 ദിവസം ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. നെഗറ്റീവ് ആണെന്ന് വിശ്വസിച്ച് സന്തോഷപ്പെട്ടിരിക്കും, ഫുഡുമൊക്കെ കഴിച്ചു പോകും. Clinical pictures acute. Many adults remain asymptomatic for a period of 9 to 12 months, 6 months even. Virus multiplying in liver, liver enzymes may begin to rise. HbA1c detectable. No symptoms appear during the acute stage. പിന്നെ നമ്മൾ വെറുതെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്കോ പനിക്കോ ഒക്കെ ഉണ്ട് ഒരു ലെഫ്റ്റ് നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇൻക്രീസിങ് ലിവർ എൻസൈംസിലൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ ഇതുകൂടെ ചെയ്യാറുണ്ട്. പക്ഷെ ഹോമിയോപ്പതി ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം
എനിക്ക് കിട്ടിയിട്ടുള്ള കേസുകൾ ഞാൻ കണ്ടുപിടിക്കാതെ പുറത്തുനിന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കുറയാതെ വൈറൽ ലോഡ് 2ഉം 3ഉം 4ഉം ഒക്കെ 1000-ന് മുകളിലൊക്കെ വരുമ്പോൾ അതിന്റെ ഇഞ്ചൂറിയസ് ആബ്സ്ട്രാക്ട് യൂട്യൂബിലൊക്കെ പോയി പഠിച്ചിട്ട് അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കുറെ നമുക്ക് പേഷ്യൻസിന് ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെ പേര് ട്രീറ്റ്മെന്റ് ഉണ്ട്, കുറച്ച് പേര് പോയത് ചിലപ്പോൾ ക്യൂർ ആകാൻ അല്ലെങ്കിൽ അവരുടെ ടൈം അവർ പ്രതീക്ഷയിൽ കൂടുതൽ എടുത്തുകൊണ്ടായിരിക്കും. ഏതായാലും ആ ഫീൽഡിൽ കുറച്ച് നല്ല അനുഭവ സമ്പത്തുള്ളത് ഞാൻ ഇന്ന് സ്പെയർ ചെയ്യും. സ്റ്റേജ് 2 കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസ് ഓഫ് ഫീവർ, മലൈസ്, ഫെറ്റീഗ്, വീക്ക്നെസ്, ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, നോഷ്യ ആൻഡ് വൊമിറ്റിംഗ്. ഇപ്പൊ ഫസ്റ്റ് 6 മന്തില് വലിയ സിംറ്റംസ് ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഈ ഫസ്റ്റ് 6 മന്തിലുള്ള നമ്മളുടെ ബാക്കിയുള്ള പരിശോധനകളോ ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഡിക്റ്റഡ് പൊല്യൂഷൻ നമ്മൾ വിധേയമായാൽ അത് കഴിഞ്ഞിട്ടുള്ള 6 മാസം നമ്മൾ പരിശോധിച്ച് നെഗറ്റീവ് ആണെന്ന് കരുതിയിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞായിരിക്കും ചെറിയ പനിയായി ക്ഷീണമായിട്ട് അപ്പിറ്റൈറ്റ് മോശമാകുന്നതാണ് പ്രധാനം. യൂറിന് കളർ കാണുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുക, സ്ലൈറ്റ്, ചിലർക്ക് നോഷ്യ വൊമിറ്റിംഗ് ഉണ്ടാകും, ചിലർക്ക് ഉണ്ടാകത്തില്ല. ബോഡി ജോയിന്റ് പെയിൻ, മസ്കുലാർ പെയിൻ, റൈറ്റ് അപ്പർ ക്വാർട്ടർ ലിവർ റീജിയനിലുള്ള എപ്പിഗാസ്ട്രിക് പെയിൻ നമുക്ക് പാൽപെറ്റ് ചെയ്യുമ്പോൾ ലിവർ സ്പാൻ കൂടുകയോ ടെൻഡർനെസ് ഉണ്ടോ, ഹോമിയോപ്പതി സംബന്ധിച്ചോളം നമുക്ക് ആവശ്യം വെച്ച് കിടക്കാവോ, ആവശ്യം വെച്ച് കിടക്കുമ്പോൾ കൂടും. ഇതൊക്കെ വലിയ തെറാപ്പറ്റിക് ഇൻഡെക്സ് ഉള്ള കാര്യമാണ്. പിന്നെ ലെസ് ബട്ട് ക്യാരക്ടറിസ്റ്റ് HPV-യില് സ്കിൻ മാനിഫെസ്റ്റേഷൻസ്, അതിന്റെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നത് കൊണ്ട് എക്കൈമോസിസ് ഒക്കെ ചിലരിൽ ഉണ്ടാകും. അത് വളരെ റേറാ. ഞാൻ വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം. എന്ത് പറ്റി സാറേ? ഇല്ല, കേൾക്കാം സാർ, പറഞ്ഞോളൂ. കേൾക്കാം സാറേ, ക്ലിയർ ആണ്. ശരി ശരി ശരി. സ്റ്റേജ് 3 ജോണ്ടിസ് പ്രസന്റ് ചെയ്യണതാണ്. 3rd സ്റ്റേജിൽ യെല്ലോ ഡിസ്കളറേഷൻ ഓഫ് ഐ ആൻഡ് സ്കിൻ, ഡാർക്ക് യൂറിൻ, ഓപ്പൺ ദ എളിയർ ക്ലൂ. ഇപ്പൊ നമ്മുടെ 2 സ്റ്റേജിലും വൈറൽ ഫീവറിനോ ഇൻഫ്ലുവൻസയ്ക്കോ ഒക്കെ ഏതെങ്കിലും ഡോക്ടർമാരെ കാണും. ബ്ലഡ് ചെക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ ഒത്തിരി മിസ്ലീഡ് ചെയ്യപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ കുറിച്ച് കൊടുക്കാതെ തന്നെ പനി കുറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കാറില്ല. അപ്പൊ 3rd സ്റ്റേജിൽ മോസ്റ്റ് പ്രോബബ്ലി യൂറിൻ കളർ, യെല്ലോ കളറും, വിശപ്പ് കുറയും, ക്ഷീണവും ഒക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യും. അപ്പൊ ഡാർക്ക് യൂറിൻ, ഓപ്പൺ ദ ഏർലിയസ്റ്റ് ക്ലൂ. ഡാർക്ക് യൂറിൻ കാണുവാണെങ്കിൽ യെല്ലോയിൽ നിന്ന് മാറി ഡാർക്ക് ആകുക, ലിവർ ടെൻഡർനെസ് ഉണ്ടാകുക, സ്റ്റൂൾ ചേഞ്ചസ് വരിക, പെയിലോർ ക്ലേ കളേർഡ് സ്റ്റൂൾ, ഒരു 6 or 7 ടൈപ്പ് 8 ടൈപ്പ് ഓഫ് സ്റ്റൂൾ ഉണ്ട് നമുക്ക് ഹോമിയോപ്പതിക് തെറാപ്പറ്റിക്സിൽ. അതിലൊരെണ്ണമാണ് ക്ലേ കളേർഡ്. പ്രൂറൈറ്റിസ് ഉണ്ടാകാം, പുവർ അപ്പിറ്റൈറ്റ് ഉണ്ടാകാം, നോഷ്യ മൈൽഡ്, മാക്സിമം ആകാം, സിവിയറും ആകാം. ദെൻ അതർ സിംറ്റംസ്, ഒരു ക്രോണിക് കേസസിൽ അൺട്രീറ്റഡോ എഫക്റ്റീവ് ട്രീറ്റ്മെന്റോ ചെയ്യാത്തവരിൽ പോളിയാർത്രൈറ്റിസ് കാണും, അത്തിക്കേറിയൽ റാഷ് കാണും, സെറർ സിക്നസ് ആൻഡ് ഇൽനെസ് കാണും, ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, വളരെ റയറായിട്ട് ആൽബുമിനൂറിയ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആൽബുമിനൂറിയ കണ്ടാല് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ LFT നോക്കണം. LFT വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒരു 20%, കാര്യം നമുക്ക് അതിന് വലിയൊരു ക്ലൂ ഉണ്ട്. ലിവർ ഡിസീസ് വിത്ത് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് വരുവാണെങ്കിൽ നമ്മുടെ ജൂലിയൻസ് റിലീജിയ എന്ന് പറയുന്ന മെഡിസിൻ ഭയങ്കര എഫക്റ്റീവാ, ടിഞ്ചറാ. അതിന്റെ കൂടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും കൂടെ കൊടുക്കുക. അപ്പൊ ലിവറും പ്രൊട്ടക്ട് ചെയ്യപ്പെടും, ആൽബുമിനൂറിയയും കുറയും. ക്രിയേറ്റിൻ ഉള്ളവർക്കാണെങ്കിൽ പോലും അത് കുറയും. നീരുണ്ടെങ്കിൽ നീരും കൂടെ കവർ ചെയ്യണ മരുന്നാണ് ജൂലിയൻസ് റിലീജിയ വിത്ത് റിട്ടൻഷൻ ഓഫ് യൂറിൻ അല്ലെങ്കിൽ പോളിയൂറിയ നൈറ്റ്. ഇത്രയും സിംറ്റംസ് വേരിയേഷൻ വരുമ്പോൾ അതിനുള്ള ഒരു ഗുണമുണ്ട്. അപ്പം ഗ്ലോമറുലോനെഫ്രൈറ്റിസ് കിട്ടിയാൽ നമുക്ക് നമ്മുടെ ഒരു മെഡിസിന്റെ വലിയൊരു ക്ലൂവാ. ആ കേസ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ. Then the red flag signs: increasing jaundice, altered sensorium, confusion and drowsiness, bleeding tendency and ascites. ഇതിൽ ആ സ്റ്റേജിലുള്ള കാര്യങ്ങളാണ്. അപ്പം ആദ്യത്തെ 2 സ്റ്റേജോ 3ാമത്തെ സ്റ്റേജിലോ ആണെങ്കിലും നമുക്കൊരു വലിയ നന്മയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേംബറിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമ്പം
ഇതിന്റെ ഡ്യൂ കോഴ്സിൽ ആളുകൾ ഭയന്നിട്ട് വേറെ ഇതിന്റെ DM ലിവറൊക്കെ ഉള്ളവരടുത്ത് പോകുമ്പോൾ ഒരു ഹോമിയോ ഡോക്ടറുടെ ചേംബറിൽ ഇത് ഡയഗ്നോസ് ചെയ്തു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നന്മയാണ്. എനിക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം ഒത്തിരി പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈവൻ ദോ ദ ട്രീറ്റ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഈസി അല്ല. മോഡേൺ മെഡിസിനിൽ അതിന് കുറച്ച് അഡ്വൈസും കാര്യങ്ങളും ആന്റിയനൊക്കെ ഉണ്ടെങ്കിലും അത് പൂർണ്ണ ഫലപ്രദമായിട്ട് കണ്ടുപിടിച്ചതായിട്ട് അറിവില്ല. അപ്പോഴ് ഹോമിയോപ്പതിയില് നമുക്ക് ഇതുപോലുള്ള ഒരു ക്യൂറൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നന്മ ഉണ്ടാകുന്ന ഒരു കാര്യം. അതിനകത്ത് അതിന്റെ 4th സ്റ്റേജിലാണ് നമുക്ക് INR എൻസെഫലോപ്പതിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനകത്ത് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് തെറാപ്പറ്റിക്സ് ആണ് ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ ഈ സ്റ്റേജിലായിരിക്കും ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിന്റെ അഡ്വൈസിന് നമ്മുടെ വരുന്നത്. Clinical pictures in chronic may remain asymptomatic for years. ഇയേഴ്സിലെ കാര്യം ലിവർ ഫങ്ഷൻസ് ആൾട്ടേർഡ് ചെയ്തിട്ടുണ്ട് പണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് വളരെയേറെ നല്ല രീതിയിൽ ഡയറ്റൊക്കെ പോകുന്ന യോഗയൊക്കെ ചെയ്ത് ഡയറ്റും ഒക്കെ ചെയ്ത് പിന്നെ ഒരു ഫർദർ പൊള്യൂഷൻ വിധേയം ആയില്ലെങ്കിൽ മേ റിമെയിൻ അസിംപ്റ്റോമാറ്റിക് ഫോർ ഇയേഴ്സ്. കാര്യം നമ്മുടെ കുറുക്കുമായൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിവെന്റീവ് മെഡിസിനാണ്. എനിക്കൊരു അനുഭവമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B ആയിട്ട് വന്നവരല്ല, അവര് വന്നിട്ടുള്ളത് CA പാൻക്രിയാസ് ആയിട്ട് വന്നതാണ്. അപ്പൊ അതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് B പോസിറ്റീവ് ആണെന്നൊരു ചെറിയ കുറിപ്പുണ്ട്. അതിന്റെ പോസിറ്റീവ് ഫാക്ടറിലാണ് അത് ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നത്. പക്ഷെ ട്രീറ്റ്മെന്റിൽ അവസാനം നമ്മൾ വളരെയേറെ സക്സസ് ആയി 1.5 വർഷമായപ്പോൾ നമ്മളൊരു പ്രിവെന്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് വിൽമർ ഷോവയുടെ കുർക്കുമിൻ നമ്മൾ കൊടുത്തു. അപ്പൊ കുർക്കിന് മുമ്പ് വരെ അവര് പിന്നെ ലെസ്യു ഹോസ്പിറ്റലിൽ റിവ്യൂ ചെയ്യാറില്ല മാസം. ട്രീറ്റ്മെന്റ് ഉണ്ട്, അവിടെ റിവ്യൂ കുഴപ്പമില്ല അവരുടെ മരുന്ന് കഴിക്കുന്നുണ്ടെന്നാണ് ഈ പേഷ്യന്റിനോട് പറയാൻ പറഞ്ഞത്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തു. അപ്പം ലാസ്റ്റ് സ്റ്റേജിൽ ഹെപ്പറ്റൈറ്റിസ് B പോസിറ്റീവ് ആയിരുന്നു. അതിന്റെ വൈറസ് റോഡ് എബവ് 1500 ആയിരുന്നു. ഞാൻ ഇത് കൊടുത്തപ്പോ കുർക്കുമ കൊടുത്തപ്പോ ആ കേസസിൽ എനിക്ക് വളരെയേറെ നന്മ കിട്ടി. ഞാൻ അതിന്റെ കൂടെ ആ പേഷ്യന്റ് ഹോട്ട് വാം ആയിരുന്നു, റൈറ്റ് സൈഡ് വെച്ച് കിടക്കുമ്പോൾ അഗ്രവേഷൻ ഉണ്ടായിരുന്നു. അതാണ് എന്റെ ലൈക്കോപോഡിയം ക്ലവേറ്റത്തിന്റെ വലിയൊരു സിംറ്റം. ജോണ്ടിസ് വിത്ത് ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്, സ്മോൾ ക്വാണ്ടിറ്റീസ് ഇനഫ് ഈവൻ ദോ ഹാവ് ഗുഡ് അപ്പിറ്റൈറ്റ്. ഹോട്ട് വാം ആയിരിക്കും, പുതക്കത്തില്ല, പാരഡും, ചായ ചൂട് കഴിക്കും, സ്പീഡായിരിക്കും, ക്വിക്കായിരിക്കും, വർക്ക് ഹോളിക്കാണ്. പക്ഷെ അതിന്റെ ഒരു റെയർ പെക്കൂലിയർ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ വെച്ച് കിടക്കാൻ പറ്റത്തില്ല പേഷ്യൻസ്. ബെറ്റർ ടു ലൈ ഓൺ ബാക്ക് ഓർ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ആ സിംറ്റം വെച്ച് ലൈക്കോപോഡിയം ടണ്ണം വിത്ത് കാർഡസ് മറിയാനസ് മെരിക്കാസെബിഫറ കൊടുത്തു. കാര്യം അദ്ദേഹത്തിന് അൺവാണ്ടഡ് ഫ്ലാറ്റസ് ഉണ്ടായിരുന്നു. അതും ഈ ക്രോമിൻ കൊടുത്തു കഴിഞ്ഞിട്ട് 3rd മന്ത്സിൽ നമ്മൾ അവരുടെ റിവ്യൂവില് ഹെപ്പറ്റൈറ്റിസ് B ക്യൂർഡ്. അപ്പൊ ബിയോണ്ട് അതിനകത്ത് ഏത് ഫാക്ടറാണെന്ന് അറിയത്തില്ല, ബട്ട് ഒരു പോസ്റ്റ് ക്യാൻസർ സ്റ്റേജിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടായിരുന്ന ഹെപ്പാറ്റിക് കോംപ്ലിക്കേഷൻ വിത്ത് ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻ ഇസ് ക്യൂർഡ് ബൈ ഹോമിയോപ്പതിക് മെഡിസിൻ. അതൊരു വലിയ അനുഭവമാണ്. ഇതിന്റെ കോർഡിനേറ്റിംഗ് ബാക്കി സിംറ്റംസും അതിന്റെ സബ്ജക്റ്റും സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. ഡയഗ്നോസിസ് മെയ്ഡ് ഡ്യൂറിംഗ് ബ്ലഡ് ഡൊണേഷൻ, പ്രീ ഓപ്പറേറ്റീവ് ടെസ്റ്റിംഗ്, ആന്റിനേറ്റൽ സ്ക്രീനിങ്, റൊട്ടീൻ ഹെൽത്ത്, ഇതിനൊക്കെ നമ്മൾ ഉപദേശിക്കുകയോ വിധേയമാവുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓവർ ദ ഇയേഴ്സ് സിംറ്റംസ് ഗ്രാജുവലി ഡെവലപ്പ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, ഫെറ്റിഗബിലിറ്റി, വീക്ക്നെസ്, പോർ അപ്പിറ്റൈറ്റ്, ഒക്കേഷണൽ നോഷ്യ, യൂഷ്വലി ദർ ഈസ് നോ ജോണ്ടിസ്. അപ്പം ക്രോണിക് കേസസിൽ there is no obstruction. ഒബ്സ്ട്രക്ഷൻ നമുക്കറിയാം. ലെഫ്റ്റ് നോക്കുമ്പോൾ നമ്മളൊരു GGT കൂടെ അങ്ങ് നോക്കി വെച്ചാല് GGTയുടെ അസസ്മെന്റ് നല്ലതായിരിക്കും. കാര്യം GGT ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്സ്ട്രക്ഷന്റെ പോസിബിലിറ്റീസ് അല്ല, ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അതിന്റെ ഇന്റൻസിറ്റി എത്രയാണ്, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ആണോ, പോർട്ടൽ ത്രോംബോസിസ് ആണോ, ഇസോഫാഗൽ വേരിയസ് കൊണ്ട് ഹെപ്പാറ്റിക് ഡക്റ്റ് അടഞ്ഞു പോയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് GGT ചിന്തിക്കുമ്പം ആലോചിക്കുമ്പം വാച്ച് ചെയ്താൽ പിടികിട്ടുന്ന കാര്യം. അപ്പം ആ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ജോണ്ടിസ് ഉണ്ടാകും.
അപ്പൊ ജോണ്ടിസ് ചെറുതായിട്ടെങ്കിലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതർവൈസ് ബാക്കി LFT സീരിയൽസ് എല്ലാം ശരിയാണെങ്കിൽ പോലും ജോണ്ടിസും ഈ GGTയും കൂടെ കണക്റ്റഡ് ആണെങ്കിൽ ഒരു പിന്നെ നമ്മളൊരു CT അബ്ഡമനോ അല്ലെങ്കിൽ ഇത് അൾട്രാസൗണ്ട് എന്നാലും നല്ലൊരു CT അബ്ഡമൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം കൺഫേം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഹിസ്റ്ററി ഓഫ് മലീന ഉണ്ടോ എന്നും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ബ്ലാക്ക് സ്റ്റൂൾ ആണെങ്കിൽ ഈ 3 കാര്യങ്ങളും കൂടി വരുന്ന ബ്ലാക്ക് സ്റ്റൂളിൽ ഹെപ്പറ്റൈറ്റിസ് B നെഗറ്റീവ് ആകാൻ ഞാൻ കൊടുക്കുന്ന ലെപ്റ്റാൻഡ്ര വെർജിനിക്ക ടിഞ്ചർ 30, 200, 1 10 ഒരു 4-5 മാസം കൊണ്ട് ഗ്രാജുവലി ഹെപ്പറ്റൈറ്റിസ് B നോർമൽ ആകും. ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നാട്രം ഡയബറ്റീസ് കൂടെ ഉണ്ടെങ്കിൽ നാട്രം സൾഫർ 12x ഈസ് വെരി 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 എഫക്റ്റീവ്. അപ്പം ലൈക്കോപോഡിയൻ, നാട്രം സൾഫ്, ഈ കോമ്പിനേഷൻസ് ഓഫ് മെഡിസിൻ ആ ഗ്രൂപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ ക്യൂറേറ്റീവ് ആയിട്ട് എനിക്ക് അനുഭവത്തിവായിട്ടുണ്ട്. വീക്ക്നെസ്, പോർ അപ്പിറ്റൈറ്റ്, ഒക്കേഷണൽ നോഷൈലിസ്, നോ ജോണ്ടിസ്. അപ്പൊ ജോണ്ടിസ് GGT കൂടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ വൈറൽ ലോഡ് വന്നിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഫാക്ടറിലാണ് എങ്കിൽ ബയൽഡക്റ്റില് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുള്ള പാർട്ടിലെ ട്യൂമറോ അല്ലെങ്കിൽ ലിവർ എൻലാർജ്മെന്റോ ഹെപ്പറ്റൈറ്റിസ് ക്രോണിക് ആയിട്ട് വരുമ്പോഴുള്ള തടസ്സങ്ങളോ ഒന്നും അതിനെ ബാധിക്കാതെ റെയറായിട്ടുള്ള കേസുകളും നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈവൻ സ്കാൻ ചെയ്യാതെ പോലും നമുക്ക് ഈ അവസ്ഥ നോക്കിയാൽ ജോണ്ടിസ് ഇല്ലാതുള്ള ലിവർ പ്രോബ്ലംസ് വിത്ത് ഹിസ്റ്ററി ഓഫ് ഹെപ്പറ്റൈറ്റിസ് B ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മെഡിസിൻ എഫക്റ്റീവ് ആണ്. ദെൻ ഇന്ന് വലിയൊരു പ്രശ്നമാണ് ഈ സിറോസിസ് ഓഫ് ലിവർ ആണ്. സിറോസിസ് ഓഫ് ലിവർ എന്ന് പറയുന്നത് ഫൈബ്രോസിന്റെ ഒരു ക്രോണിക് കണ്ടീഷനാണ്. ഇപ്പൊ ക്രോണിക് കണ്ടീഷനിൽ പണ്ട് സിറോസിസ് എന്ന് പറഞ്ഞതിന് പകരം ഇപ്പൊ ഫൈബ്രോസ്കാൻ വന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫൈബ്രോസിന്റെ ഇൻഡെക്സുമായിട്ട് ആളുകൾ വരിക. അപ്പൊ ഫൈബ്രോസിസ് സാധാരണ മോഡേൺ മെഡിസിനിൽ ഒരു എഫക്റ്റീവ് മെഡിസിൻ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് വലിയൊരു എഫക്റ്റീവ് മെഡിസിൻ ഉണ്ട്. അത് ഞാൻ തെറാപ്പറ്റിക്സ് പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് സിറോസിസിന്റെ ലക്ഷണങ്ങള്? നമ്മൾ സിറോസിസ് ഡയഗ്നോസ് ചെയ്യുന്നു, LFT വേരിയേഷൻ വരുന്നു, പ്രോഗ്രസീവ് ഫെറ്റീഗ് ഉണ്ട്, വെയിറ്റ് ലോസ് ഉണ്ട്, സ്വെല്ലിംഗ് ഓഫ് ലെഗ്സ്. സ്വെല്ലിംഗ് ഓഫ് ലെഗ്സിന്റെ ഒരു മെയിൻ കാര്യം എന്താണ്? ആൽബമിൻ, ഹൈപ്പോ ആൽബമിനൂറിയ, ആൽബമിനുണ്ട്, പ്രോട്ടീൻ കുറയും, ഈസിലി ബ്രൂസിംഗ് പെയിൻ ഉണ്ട്, ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ട്, ഇച്ചിങ്, മസ്കുലർ വേസ്റ്റിംഗ്, സ്പൈഡർ ആൻജിയോമാസ് ആൻഡ് കാപ്പിറ്റോമസ്. ഈ സ്പൈഡർ ആൻജിയോമ മീൻസ് നമ്മുടെ വയറിൽ മുഴുവൻ വേരിക്കോസ് വെയിൻ തളിക്കും. ഈ ഒരു സൈൻ ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് മെഡിസിൻ ഈസ് പോഡോഫൈലം. പോഡോഫൈലം 0.3 4 ടൈംസ് വെച്ച് നമ്മളൊരു 3 മാസം കൊടുക്കുകയാണെങ്കിൽ ഈവൺ അസൈറ്റ് അലോങ് വിത്ത് ദി സിറോസിസ് ഓഫ് ലിവർ, ഹെപ്പറ്റൈറ്റിസ് ബിന്റെ പോസ്റ്റ് സ്റ്റേജിൽ ഹെപ്പറ്റൈറ്റിസ് ആന്റിജൻ നെഗറ്റീവ് ആക്കുന്നതിൽ കൂടുതൽ നമ്മൾ പതോളജിക്കൽ കണ്ടീഷൻ സബ്സൈഡ് ചെയ്ത് അസൈറ്റിസ് ഒക്കെ യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ പെട്ടെന്ന് കൂടും നമ്മൾ ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം അത് അങ്ങനെ ആക്കി എടുത്തിട്ട് ഇതിനുള്ള ട്രീറ്റ്മെന്റിലോട്ട് തിരിയുമായിരിക്കും നമ്മൾ. അല്ലെങ്കിൽ പേഷ്യൻസ് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ പുറകെ നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ സ്പൈഡർ ആൻജിയോമാസ് റെയർ ആയിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് പോഡോഫൈലത്തിന്റെ ഏറ്റവും റെഡ് സ്ട്രീറ്റ് സിംറ്റമാണ്. പിന്നെ ഉള്ള രണ്ടാമത്തെ സിംറ്റം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഡിസൈർ ടു റബ്ബിംഗ് ദി ലിവർ പാർട്ട് വിത്ത് ഹാൻഡ്സ്, കംഫർട്ട് ഓൺ ലൈങ് ഓൺ അബ്ഡമൻ. പോർട്ടൽ കൺജഷന് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഹെമറോയിഡ്സ് ഉണ്ടാകാം, ബ്ലീഡിങ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതെല്ലാം അതിന്റെ ഒരു ചെറിയ ചെറിയ ക്ലൂസുകളാണ്. Then decompensated liver disease. So this is the last stage. Liver can no longer perform its functions. Jaundice, ascites, varicose bleeding, hepatic encephalopathy, hepatorenal syndrome. ഹെപ്പറ്റോറീനൽ സിൻഡ്രോം ആയിട്ടായിരിക്കും ചിലപ്പം നമ്മളടുത്ത് വരുന്നത്. അപ്പൊ ഹെപ്പറ്റോറീനൽ സിംറ്റംസിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ജുഗുലൻസ് റിലീജിയ, ബ്ലീഡിങ്ങും കൂടെ ഉണ്ടെങ്കിൽ ലെപ്റ്റാൻഡ്ര വെർജിനിക്ക, എൻസെഫലോപ്പതി ഏറ്റവും കൂടുതൽ അനുഭവമായിട്ടുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു കേസസിൽ 4th സ്റ്റേജ് ഹെപ്പറ്റോസില്ലറ കാർസിനോമ ലിസി ഹോസ്പിറ്റലിൽ ഒത്തിരി കാലം ട്രീറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് അവരെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അസൈറ്റിസ് വന്നു.
ഞങ്ങളിവിടെ ഞങ്ങളുടെ സായിപ്രയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളന്ന് കൊടുത്തത് ലൈക്കപ്പോഡിയം ക്ലവേറ്റം തന്നെ. ലൈക്കപ്പോഡിയം ക്ലവേറ്റം കൊടുത്തു. അതിന്റെ കൂടെ ബ്ലാക്ക് സ്റ്റൂള്, ബ്ലീഡിങ് വന്നപ്പോൾ ലെപ്റ്റാൻഡ്ര വെർജിനിക്ക ടിഞ്ചർ 5 ഡ്രോപ്സ് 4 ടൈംസ് ഡെയിലി. INR കുറഞ്ഞു, പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു. ദെൻ വി ഗിവ് ക്രോട്ടാലസ് ഓർഡർ 0.3 4 ടൈംസ് ഡെയിലി. മറ്റേ റെഡ്യൂസ് ചെയ്തു, മറ്റേ മെഡിസിൻ. അവസാനം എൻസെഫലോപ്പതിയുടെ സിംറ്റംസ് ഉണ്ടായി. കാര്യം പണ്ടുണ്ടായിട്ടുണ്ട്. എൻസെഫലോപ്പതി ഉണ്ടായപ്പോൾ ഞങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു മെഡിസിനാണ് സെന്നാട്ടൻ. അപ്പം നമ്മുടെ സണ്ണിലോ ഉള്ളത് കൊണ്ട് അദ്ദേഹം സ്റ്റൂള് പോകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനെ കൊടുത്തു. കാര്യം ആ എക്സ്ക്രീറ്റയിലൂടെ കുറെ ടോക്സിൻസ് ഒക്കെ പോയി കുറെ കൂടെ എൻസെഫലോപ്പതി കൺട്രോൾ ചെയ്യുകയാണ് അവരുടെ മെത്തേഡ്. മെഡിസിൻസും ഉണ്ട്. അപ്പൊ ആ മെഡിസിന് പകരം നമ്മൾ കൊടുത്തത് ഏറ്റവും കൊടുത്തത് സെന്നാട്ടിഞ്ചർ. ഇറ്റ് ഈസ് എ വെരി വെരി എഫക്റ്റീവ് ആൻഡ് ഗുഡ് മെഡിസിൻ. വിതിൻ 24 hours പേഷ്യന്റ് അലർട്ടായി, സംഗതി എല്ലാം കുറഞ്ഞു, ടോക്സിക് സിംറ്റംസ് കുറഞ്ഞു, ആളെ തിരിച്ചറിയാൻ തുടങ്ങി. ഒരു 4 or 5 days കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. പോയി കുറെ കാലം കൂടി ജീവിച്ചിരുന്നു. അപ്പൊ നല്ലൊരു ഇൻസിഡൻസ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സെന്ന എന്ന് പറയുന്ന സാധനം ഭയങ്കര എഫക്റ്റീവ് ആണ് അമോണിയ കൂടുമ്പോൾ. പിന്നെ അമോണിയം ബെൻസോയിക്കും റൊമാറ്റിക് സിംറ്റംസ് കൂടെ ഉണ്ടെങ്കിൽ, ബേണിങ് ശക്തമാണെങ്കിൽ, ഈ പിന്നെ എൻസെഫലോപ്പതിയിൽ അമോണിയ കണ്ടന്റ് കൂടുമ്പോൾ നമുക്ക് 0.3 ട്രൈ ചെയ്താൽ കുറച്ച് പേരിൽ ഗുണം കിട്ടുന്നു. അപ്പം കാർഡസ് മറിയാനസ്, ചിയോനാന്തസ്, സെന്ന, ഈ 3 മെഡിസിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻസെഫലോപ്പതി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. വേരിസസ് ബ്ലീഡിങ്, അസൈറ്റിസ്, ജോണ്ടിസ്. ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ, ഹെപ്പാറ്റിക് ബി can cause primary liver cancer. HBV can cause HCC even in the absence of cirrhosis almost. The risk is much higher when cirrhosis is present. അപ്പം ലിവർ ഡാമേജ് ഉള്ളവരിൽ ഈ ബി കിട്ടിയാൽ കുറെ കൂടെ ദോഷകരമാണ്. ഇല്ലെങ്കിൽ കുറെ കൂടെ ലൈഫ് സ്പാൻ കിട്ടും. അവസാന സ്റ്റേജിലായിരിക്കും ഈ ദോഷം വരുന്നത്. ഇത്രയാണ് ചുരുക്കി പറഞ്ഞിട്ടുള്ള സിറോസിസ് ലിവർ. ഇതിന്റെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിനി പറയുന്നത്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ യൂസ്വലി SGPT റൈസ് പ്ലസ് റീച്ചസ് 1000 വരെ. SGPT അക്യൂട്ട് വൈറൽ ഇഞ്ചുറി കോസ് ഹെപ്പറ്റോസെൽ നെക്രോസിസ്. അപ്പം ഈ ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ആണ് ലിവറിന്റെ ഏറ്റവും അലർട്ടഡ് ആയിട്ടുള്ള എൻഡോർഗൻ. ആ എൻഡോർഗനാണ് ഈ പ്രോസസ് ഓഫ് അനലൈസിസും ഫിൽട്രേഷനും ട്രാൻസ്ഫ്യൂഷനും ബോഡി ഇക്വിലിബ്രിയം ഒക്കെ സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ ഹെപ്പറ്റോസൈറ്റ്സ് ആണ്. അപ്പൊ ഹെപ്പറ്റോസൈറ്റ്സിന് നെക്രോസിസ് ഉണ്ടാക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് SGPT ഏറ്റവും കൂടുതൽ കൂടുന്നത്. അപ്പൊ അതിപ്പോ 1000 വേണമെന്നില്ല. നമ്മളൊരു കമ്പാരിറ്റീവ്ലി ഉള്ളതിനേക്കാൾ ഒരു ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ആണെങ്കിൽ ഹെപ്പറ്റോസൈറ്റ്സിന് നെക്രോസിസ് വരുന്നുണ്ട്. വൈറൽ ഇഞ്ചുറി നല്ലപോലെ കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ കുറെ കൂടെ ഡെപ്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, കുറച്ചുകൂടെ പ്യൂരിറ്റി ഉള്ള കമ്പനിയുടെ മെഡിസിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ആ SGPT പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിനകത്ത് എനിക്ക് അനുഭവം പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കൊളസ്ട്രിനം 0.1, വീക്കായിട്ടുള്ള ജോണ്ടിസ് ഒക്കെ ഉള്ളവരിൽ SGPT കൂടുതലുണ്ടാണെങ്കിൽ നമ്മൾ കൊളസ്ട്രിനം 0.1, പെൽറ്റൂറി 0.1, ചിയോനാന്ത് 0.2 or 0.3 വളരെ മൈൽഡ് ഡോസ്. ഓരോ നേരം വെച്ചിട്ട് ഈ 4 മെഡിസിൻ ഡെയിലി നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ വേറെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഈ ആഡൽ കമ്പനിയുടെ ലിഫ്റ്റ്, അതിനകത്തൊരു കോമ്പിനേഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തൊരു മരുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവാണ് ആൽബുമിൻ ഇൻക്രീസ് ചെയ്യാൻ. പിന്നെ ജനറൽ മലൈസ് കുറെ അപ്പിറ്റേറ്റ് ഇമ്പ്രൂവ് ചെയ്യും. സേഫുമാണ്. എന്റെ അനുഭവത്തിൽ ഇതുവരെ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ദോഷം വന്നിട്ടില്ല. അപ്പം അതും ഈ പറഞ്ഞിട്ടുള്ള 3-4 മെഡിസിൻസിനും വളരെയേറെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 1 മാസം മരുന്ന് കൊണ്ട് തന്നെ നമുക്കിത് ഒരു 10-300 ആയിട്ടൊക്കെ കുറച്ച് പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വി ടേക്ക് സഫിഷ്യന്റ് ടൈം ടു ട്രീറ്റ്. പക്ഷേ നമ്മളിപ്പോ ബഹളം വെക്കണ്ട. 1000 കണ്ടിട്ട് നമ്മൾ 1 10 ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഈ ഹെപ്പറ്റോസൈറ്റ്സ് നെക്രോസിസിന് പകരം കുറെ കൂടെ നെക്രോസ്ഡ് ആയിട്ട് പോകും.
ഡെത്ത് ആൻഡ് ഡീജനറേഷൻ ഒക്കെ ഉണ്ടായിപ്പോയി. നെക്രോസിന്റെ അടുത്ത സ്റ്റേജ് അതാണ്. അപ്പം വളരെ നന്മയോടുകൂടി വളരെ മൈൽഡായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഇതൊക്കെ ആദ്യം നമ്മുടെ മണ്ണും ടെണ്ണവും ടിഞ്ചറൊക്കെ കോരി ഒഴിച്ച് ട്രീറ്റ് ചെയ്തിരുന്ന ആള് തന്നെയാണ്. പക്ഷെ അനുഭവം കൊണ്ടും നമുക്ക് വന്ന പക്വത കൊണ്ടും ഒക്കെ നമ്മൾ അതിനെ വളരെ ശാന്തമായിട്ട് മൈൽഡായിട്ട് അതിന് വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാല് നമ്മൾ CA-125 സെറിനൊക്കെ 1 10 ഒക്കെ കൊടുത്തു ഫെയിലുവറായി വന്ന് എന്ത് ചെയ്യാനാ ഡോക്ടറെ എന്ന് പറയുമ്പം നമ്മൾ സെറിനം 0-2 ഒക്കെ കൊടുക്കുന്നുണ്ട് 4 times or 5 times. പക്ഷെ 1 മാസം കൊണ്ട് വിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ കിട്ടും. അപ്പം ഈ 1 10 കൂടുതൽ സസെപ്റ്റബിലിറ്റി നോക്കിയിട്ട് പേഷ്യൻസിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡീജനറേറ്റീവ് പ്രോസസ് എന്തുമാത്രം അഡ്വാൻസ്ഡ് ആണെന്ന് നോക്കിയിട്ട് നമ്മൾ വളരെ മൈൽഡ് ടു അപ്രോച്ച് ചെയ്യാനുള്ള ഹോമിയോപ്പതി പറയുന്നത്. അപ്പൊ ഡയറ്റും മരുന്നും ഒക്കെ ആ രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് വന്നുകൊണ്ടാണ് എൻ്റെ അനുഭവം. ഇപ്പൊ ഹെപ്പറ്റോസൈറ്റ്സിന് കൊച്ചുനാളെ നന്നാക്കാനുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാക്കുക, അതിന് നെക്രോസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട് ശീലിക്കുക, അത് SCPT നോക്കിയിട്ട് അത് അസസ് ചെയ്യുക. അപ്പൊ ഈവൻ പനിക്കാണെങ്കിൽ നമ്മുടെ ഒരു സ്ഥിരം നമ്മൾ അവരുടെ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഫാമിലി ഡോക്ടറാണ് നമ്മളെങ്കിൽ അവരിലെല്ലാവരുടെ ഏതെങ്കിലും ഒരു കാലം അവരുടെ SCPT നമ്മളൊന്ന് നോക്കിച്ച് അസസ് ചെയ്ത് മുകളിലൊരു കുറിപ്പ് നമ്മുടെ കേസ് ഷീറ്റിൽ ഇടണം. അത് നമുക്കൊരു നല്ല ഒബ്സർവർ ആകാൻ നല്ലത്. ദെൻ SCOT ASTയുടെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AST മൈനസ് ALP. ഇനി ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ ASTയും ALPയുടെ റേഷ്യോ 2.1 നിൽക്കുവാണെങ്കിൽ നല്ലതാണ്, അതിൽ കൂടരുത്. അപ്പൊ ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ഹെപ്പറ്റോസൈറ്റ്സിന്റെ നെക്രോസിസോ ഡീജനറേഷനോ പ്രോസസ് അറിയണമെന്നുണ്ടെങ്കിൽ AST മൈനസ് ALP റേഷ്യോ 2.1 അതിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ വാച്ച് ചെയ്യുവാണെങ്കിൽ അതിന്റെ പ്രോഗ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻ കൊടുക്കുമ്പോൾ റെസ്പോൺസോ നമുക്ക് അറിയാൻ പറ്റും. ബിലിറൂബിൻ ഇനിഷ്യലി നോർമൽ ആസ് എ ജോണ്ടിസ് ഡെവലപ്പ് ടോട്ടൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ ഇൻക്രീസസ്, അത് രണ്ടും കൂടും. ALP നോർമൽ ഓർ മൈൽഡ് എലിവേറ്റ് നോട്ട് ഇൻ ഡിനോമിനന്റ് അബ്നോർമാലിറ്റി ഇൻ വൈറൽ ഹെപ്പറ്റൈറ്റിസിൽ ALP ആൽഫ-പെക്ടാപോർട്ടിൻ ALP ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ഒരു വലിയ ഒരു വിസിബിൾ ഇൻഡിക്കേറ്റഡ് കാര്യമല്ല. GGT അബൌട്ട് ഒബ്സ്ട്രക്ഷൻ നോർമൽ ഓർ മൈൽഡ് എലിവേറ്റഡ് ആയിരിക്കും. അപ്പം അതിനകത്ത് കൂടുതലായിട്ടുള്ള തടസ്സങ്ങൾ കാണത്തില്ല, അതുകൊണ്ട് ജോണ്ടിസ് വിസിബിൾ ആകണമെന്നില്ല. Albumin normal is 20 days. Hepatitis of days or week does not significantly affect albumin unless there is severe liver failure or pre-existing liver disease. ഇല്ലെങ്കിൽ സാധാരണഗതി ആൽബമിൻ ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ട് തന്നെ നീരുണ്ടാകണമെന്നില്ല. ആൽബമിൻ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് നമുക്ക് ചിന്തിക്കാം, പേഷ്യനോടും പറയാം. പക്ഷേ ഡയറ്റൊക്കെ നമ്മൾ സൂക്ഷിച്ചു പോകണം. വലിയ ഒരു സ്കോപ്പ് നമ്മുടെ ഈ ഹെപ്പറ്റൈറ്റിസ് ഡിസീസിൽ ഹെപ്പറ്റൈറ്റിസ് B ആയാലും സിറോസിസ് ആയാലും ക്യാൻസർ ആയാലും അപ്പോ ഹെപ്പറ്റോസൈറ്റ്സ് നെക്രോസിസ് ആയാലും ഏതെല്ലാം കാര്യത്തിലാണെങ്കിലും ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ ക്യൂറബിൾ ആക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സമൂഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഹോമിയോപ്പതി സിസ്റ്റത്തിന് തന്നെയാണ്. പക്ഷെ അത് വൃത്തിയായിട്ട് ക്ഷമയോടുകൂടി പഠിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ 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 നല്ലപോലെ നമുക്ക് റെപ്യൂട്ടഡ് ആകാൻ പറ്റും, ക്യൂർ കൊടുക്കാൻ പറ്റും, എന്റെ അനുഭവം. Then what about PNR? PT with INR, most important prognostic test, right? Prolonged liver synthetisation is impaired. But liver function, because ലിവറിൽ ക്ലോട്ടിംഗ് ടൈം ഉണ്ടാക്കുന്ന ത്രോംബോപ്ലാസ്റ്റിനൊക്കെ ഫൈബറിനൊക്കെ ഉണ്ടാക്കുന്ന ലിവർ, അതുകൊണ്ട് ക്ലോട്ടിംഗ് ടൈമും INR-ഉം നമുക്ക് PT with INR വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ലിവറിന്റെ പതോജനസിസ്, ലിവറിന്റെ അവസ്ഥ നമുക്ക് അസസ് ചെയ്യാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ഇത് പ്രൊലോങ് ചെയ്യുവാണെങ്കിൽ ലിവർ സിൻറ്റിപ്പേഷൻ ഇമ്പയർഡ് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷൻ ഭയങ്കരമായിട്ട് ഇമ്പയർഡ് ചെയ്തിട്ടുണ്ട്, മസ്കുലർ കാറ്റക്ടർ സെൽസിന്റെ കണ്ടീഷൻസ് എല്ലാം ഇമ്പയർഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ PT with INR നോക്കിയാൽ മതി. മൈൽഡ്ലി പ്രൊലോങ് സിവിയർ ഹെപ്പറ്റൈറ്റിസ് ഓർ
ഫുൾമിനന്റ് ഹെപ്പാറ്റിക് ഫെയിലുവറിന് ഒരു ലീഡിംഗ് ലക്ഷണമാണ്. ദെൻ വി ക്യാൻ സ്റ്റാർട്ട് ഡയറക്ട്ലി. ഇത് കൂടുതലുണ്ടെങ്കിൽ അവർ ബെസ്റ്റ് എഫക്റ്റീവ് മെഡിസിൻ ഇസ് വെപ്പറ. വൈപ്പറ 03 തൊട്ട് തുടങ്ങണം. ഭയങ്കരമായിട്ട് മിറക്കുലർ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. ദ സെക്കൻഡ് മെഡിസിൻ ഇസ് ക്രോട്ടാലസ് ഓൾഡസ്. അതിന്റെ സിംറ്റംസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ചെയ്യാം ഈ പതോളജിക്കൽ കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ. അപ്പം ഇത്രയും സിവിയർ ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിന്റെ കേസ് ഷീറ്റ് കാണുമ്പം ഈ 2-3 ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈ മുഖത്തൊക്കെ സന്തോഷം തന്നെ വരും. ഈ സന്തോഷം പേഷ്യന്റിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കും. അവരുടെ ഫസ്റ്റ് മന്ത് ആഫ്റ്റർ മെഡിസിൻ കൊടുത്തിട്ടുള്ള റിസൾട്ട് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇംപ്രസീവ് ആയിരിക്കും. അപ്പം ഈ സ്റ്റഡി വളരെ സാക്ഷ്യം നിർത്തി നമ്മൾ ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു അനുഭവം. ദെൻ സിറോളജി, CBC, മൈൽഡ് ലൂക്കോപീനിയ. മൈൽഡ് ലൂക്കോപീനിയയിലായിരിക്കും ആദ്യം തുടക്കുന്നത്. കാര്യം പിന്നെ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകും. മൈൽഡ് ടു സിവിയർ ത്രോംബോസൈറ്റോപീനിയ ലീഡിങ്ങിലുണ്ടാകും. ആദ്യം 2 മെഡിസിനാണ്. ഒന്ന് സോറിക്കൻ സൈക്കോട്ടിക് ആണ് മയാസമെങ്കിൽ ഈ പേഷ്യന്റിന്റെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ഫോർ ത്രോംബോസൈറ്റോപീനിയ ഇൻ ലിവർ ഡിസീസ് ക്ലോറോപോറോമൈസിൻ. 03 തൊട്ട് 012 വരെ കിട്ടും, 30 തൊട്ട് 200 വരെ കിട്ടും. അതിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ ത്രോംബോസൈറ്റോപീനിയ വി ക്യാൻ ക്യൂർ വിത്ത് ലിവർ പതോളജി. ദ സെക്കൻഡ് വൺ, ഈ ലൂക്കോപീനിയ ഒരു പരിധിയിൽ താഴെയാണ്. ത്രോംബോസൈറ്റോപീനിയ ഉണ്ട്. അതിനകത്തൊരു കോൺട്രവേഴ്സി ആയിട്ടൊരു WBC വേറെ RBC കൗണ്ട് കുറെ കൂടെ HB ഒരു 16-17 ഉണ്ടാകുന്ന ചില റെയർ കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതും താഴെയാണെങ്കിൽ ക്ലോറോപൊറോമൈസിൻ ഇസ് ഫൈൻ. Otherwise, it is Berlin-Met is the main fundamental medicine for improving thrombocytopenia, leukopenia, anemia in chronic synthetic liver synthetic function impaired ആയിട്ടുള്ള സിവിയാരിറ്റി ഓഫ് ഹെപ്പറ്റൈറ്റിസിൽ നമുക്ക് ട്രൈ ചെയ്യാനും പേഷ്യന്റിന്റെ ലൈഫ് സർവൈവ് ചെയ്യാനും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. റൂൾ ഔട്ട് റീനൽ ഇൻവോൾവ്മെന്റ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ക്രിയാറ്റിൻ, ആൽബുമിൻ ക്രിയാറ്റിൻ നോക്കണം. GFR ഒക്കെ നോക്കുന്നത് നല്ലതാണ്. മോളിക്കുലാർ ടെസ്റ്റ് വേണേൽ ചെയ്യാം. DNA/PCR ടെസ്റ്റ് കൊണ്ട് അതും കണ്ടുപിടിക്കാവുന്ന. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, നോർമൽ ആൻഡ് മൈൽഡ് എലിവേഷൻ ഡ്യൂറിങ് ഏർലി ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ആർ സിറോസിസ് ഓർ ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് ഡെവലപ്സ്. നോർമൽ ആൻഡ് മൈൽഡ് എലിവേഷന് നമുക്ക് ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ആദ്യം ഉണ്ടാകത്തുള്ളൂ. ALT വേരിയബിൾ ആണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. AST ഇൻക്രീസ് ചെയ്യും. ബിലിറൂബിന് എലിവേഷൻ ഉണ്ടാവും. ALP GGT മൈൽഡ് ഓർ മോഡറേറ്റ് എലിവേഷൻ ഉണ്ടാവും. ആൽബുമിൻ മാർക്കലി ഡിക്രീസ് ചെയ്യും. PGV മാർക്കലി പ്രൊലോങ്ഡ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇൻഡിവിജ്വലായിട്ട് ഓരോന്നും പഠിക്കണം. ഓരോ കാര്യം ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. അത് നമ്മൾ തറവാക്കണം. ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മൾ മേശയുടെ ചില്ലിന്റെ താഴെ ഇട്ട് കഴിഞ്ഞാൽ കുറെ നാളാകുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിയും. ഇപ്പൊ നമ്മൾ ഇത് കാണുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മൾ ശീലിച്ചു വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. കുറെ കൂടെ അഡ്വാൻസ്ഡ് മെത്തേഡൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാകും. ദേ ക്യാൻ ഡു ആസ് ദേ ലൈക്സ്. ഓക്കെ. CBC ത്രോംബോസൈറ്റോപീനിയ ആണ് ഏറ്റവും കൂടുതൽ. അനീമിയ, ലൂക്കോപീനിയ. ഇത് ശ്രദ്ധയിൽ വരാം. ഇതിന് വേരിയേഷൻ വരാം. ക്രോണിക്കല് മോഡേൺ മെഡിസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ബ്ലഡൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു കേസസിലാണെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ട്രക്ചർ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അൾട്രാസൗണ്ട്, ഫൈബ്രോസ്കാൻ, ലിവർ ബയോപ്സി, ആൽഫ-പെക്ടോപ്രോട്ടീൻ ഫോർ സൈലൻസ്. ഈ അവസ്ഥയിൽ നമുക്ക് AFP നോക്കിയിട്ട് അസസ് ചെയ്യാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് C ഇൻഫെക്ഷൻ ആയോ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടോ. അതനുസരിച്ച് ഇതൊക്കെ നമുക്ക് ഇപ്പൊ ക്യാൻസർ ശല്യം ഉണ്ടെന്ന് ഒരു ലിവർ പേഷ്യന്റിന് നമ്മുടെ ചേഞ്ചബിൾ നമ്മുടെ മേശയിൽ വെച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിന് ആൽഫ-പെക്ടോപ്രോട്ടീൻ AFP നോക്കിയാൽ മതിയാകും. പിന്നെ ഇപ്പൊ കുറെ കൂടെ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. കുറെ കൂടെ ചിലവ് കൂടിയതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സൽപ്പേരിനെ അത് കളയും. കാര്യം ഒരു വിസിറ്റിനൊക്കെ ഒത്തിരി കാശായി എന്നുള്ളൊരു പ്രശ്നങ്ങൾ വരും. ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ BTHC ഒക്കെ നോക്കുക.
ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സാധാരണഗതി ചെയ്താൽ നമുക്ക് ഒരു സ്ക്രീനിങ് ഫോർ കോംപ്ലിക്കേഷൻ, ഈ എൻഡോസ്കോപ്പി ഫോർ റൂൾ ഔട്ട് ഇസോബയൽ ബേസിസ് ഉണ്ടാകും. അത് മലീന ഉണ്ടെങ്കിൽ നമുക്ക് ചെന്ത് ചെയ്യാം. അല്ലെങ്കിൽ പൾമന് പോർട്ടൽ ഹൈപ്പർടെൻഷൻ കൂടുതലാണെങ്കിൽ ചെയ്യും. പോർട്ടൽ ഹൈപ്പർടെൻഷനിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള കൊളിൻസോണിയ കനാഡൻസിസിനാണ്. കൊളിൻസോണിയ കൊടുത്തു കഴിഞ്ഞാൽ ഫെയിലൂർ വരാറില്ല. വിസിബിൾ ആയിട്ട് നമ്മൾ 6 മന്ത് കഴിയുമ്പം ഒരു അൾട്രാസൗണ്ട് ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ GGT-ലൊക്കെ നല്ലപോലെ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു മനസ്സിലാണ് കൊളിൻസോണിയ കനാഡൻസിസ്. ഒരു മിനിറ്റ്. എന്തായി, ടെമ്പറേച്ചർ ഉണ്ടോ? ഒരു പൗഡർ കൂടി കൊടുക്കും. രാവിലെ വന്നിട്ട് വിളിക്കും. 4 മണിക്കൂറുടെ തൊട്ട് തന്നെ ഇവിടെ. വേണേ കൊടുത്തോളൂ, ഇച്ചിരി കൊടുത്തോളൂ. കൊടുക്കാം. എന്നിട്ട് ഒരു 11:30 വരെ വെയിറ്റ് ചെയ്യും. 11 മണി വരെ വെയിറ്റ്. ശരി. CT സ്കാൻ, MRI സ്കാൻ, ടെസ്റ്റ് ഫോർ ഇൻഫെക്ഷൻ, വേറെ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഇതിന്റെ കൂടെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടെ നമ്മുടെ ട്രീറ്റ്മെന്റിന് സുഗമമാക്കും. ആന്റിജൻ, സർഫസ് ആന്റിജൻ ഉണ്ട്, കോർ ആന്റിജൻ ഉണ്ട്, എൻവലോപ്പ് ആന്റിജൻ ഉണ്ട് സിറോളജിയിൽ. ഇപ്പൊ അത് മോഡേൺ ആയിട്ടുള്ള കുറെ മാർക്കേഴ്സ് ഉണ്ട്. HBsAg കറണ്ട് ഇൻഫെക്ഷൻ, ഇപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ, അതോ അതിന്റെ പോസ്റ്റ് മലൈസ് ആണോ ഉള്ളത്, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഇൻഫെക്ഷൻ ഇപ്പൊ കുറക്കണം. അതിന് കുറെ നമുക്ക് ഇൻഫെക്ഷന്റെ സിംറ്റംസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ HBsAg ഇൻക്രീസ് ചെയ്യും. Anti-HBs ഇൻഡിക്കേറ്റ് ഇമ്മ്യൂണിറ്റി, സിനി ഫോർ വാക്സിനേഷൻ റിക്കവറി. അതിനു മുമ്പ് ഏതെങ്കിലും ഇതിലിപ്പോ ഡയറ്റ് ചാർട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ആയുർവേദിക് മെഡിസിൻസിലോ ഹോമിയോപ്പതിക്കോ മെഡിസിൻ കിട്ടിയിട്ട് HBs ഏത് അവസ്ഥയിലുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പേഷ്യന്റ് സർവൈവ് ചെയ്യുന്നുണ്ടോ, ഗുണമായിട്ട് വരുന്നുണ്ടോ, ഇപ്പോഴത്തെ അവസ്ഥ മോശമാണോ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. Anti-HBs IgM അക്യൂട്ട് ഇൻഫെക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ Anti-HBs IgG പ്രീവിയസ് എക്സ്പോസർ ടു കോണിക് ഇൻഫെക്ഷനാണ്. HBAg ഹൈ ഇൻഫെക്ടിവിറ്റി ആൻഡ് ആക്റ്റീവ് വൈറൽ റിപ്ലേഷൻ. അപ്പൊ ഭയങ്കരമായിട്ട് സിവിയർ അവസ്ഥയാണ്. HBAg നമുക്ക് നോക്കാവുന്നു. Anti-HB റെഡ്യൂസ് ഇൻഫെക്ട്. എന്നിട്ട് HBAg നമ്മൾ ട്രീറ്റ് ചെയ്ത് സിംറ്റം പോകുമ്പോൾ Anti-HB ആണ് പിന്നെ നോക്കിയിട്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് അതിന്റെ ഒരു കൺക്ലൂഷൻ ക്ലൂ ആണ്. അപ്പൊ HBsAg പ്ലസ് Anti-HB IgM അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്. HBsAg പ്ലസ് Anti-HBc IgG ക്രോണിക് ഇൻഫെക്ഷൻ ആണ്. Anti-HBs ഒള്ളി ഉള്ളെങ്കിൽ അത് വാക്സിനേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ്. Anti-HBsഉം Anti-HBcയും പാസ്റ്റ് ഇൻഫെക്ഷൻ ബസ് റിക്കവറി ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല. APHസും Anti-HBsഉം Anti-HBc Igയും വിൻഡോ പീരീഡാ. അത് സർവൈവൽ റേറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, കൺക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻഫെക്ഷൻ ഈസ് സംവെയർ, സം സോർട്ട് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ദർ. അപ്പൊ നമ്മുടെ പൊട്ടൻസ് ഹൈ ആക്കിയിട്ട് വെയിറ്റ് ആൻഡ് സീ. ഇത്രയാണ് അതിന്റെ പതോളജി. ഓക്കെ സർ. നമുക്ക് സമയം ഇനി അതിന് മെഡിസിൻസ് ആണ്. അടുത്ത ദിവസം ആക്കിയല്ല. പിന്നെ അതിന് കുഴപ്പമൊന്നുമില്ല, അടുത്ത ദിവസം ആക്കി. അതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് കാര്യങ്ങൾ സാറിന് അറിയാം. ഇത് പറഞ്ഞ പോലെ പല റീറ്റ് സാറ് ഓർമ്മിക്കും, പക്ഷെ നമ്മൾ കേൾക്കുന്ന നമ്മൾ മറക്കും. അതാണ് വസ്തുത. എങ്ങനെ സാറ് ഓർമ്മിക്കും, കേൾക്കുന്നത് നമ്മൾ മറക്കും. കാരണം സാർ അത്ര പാഷനേറ്റ് ആണ്. ഞാനിപ്പോ ആലോചിക്കുന്നത് സാറ് എന്തായാലും അറൌണ്ട് 75 ഉണ്ട്. ഈ ഹോമിയോപ്പതി അല്ലാതെ വേറെ ഏതെങ്കിലും മെഡിക്കൽ പ്രൊഫഷൻ ഈ ഒരു ഏജിൽ ഇത്രയും ക്രിസ്പായിട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഇല്ല സാർ, ഇല്ല. അതാണ് നമ്മുടെ സ്കോപ്പ്. അതാണ് നമ്മുടെ സ്കോപ്പ്. കാര്യം മോഡേൺ മെഡിസിന്റെ സ്റ്റഡിയുടെ സെയിം സ്റ്റഡിയും സെയിം മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷനും സെയിം ആന്റിജൻ ടെസ്റ്റിങ്ങും പ്രോസസ്സും ചെയ്തുകൊണ്ട് നമ്മുടെ മെഡിസിൻ കൊടുത്ത് അത് ക്യൂറാക്കി ബോധ്യപ്പെടുത്താനുള്ള ഒരു സൗകര്യം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ഉപയോഗിക്കണം, ശ്രമിക്കണം. ഭയങ്കര നമ്മുടെ മാത്രം ഒരു ലോകമാണ് ഇതിന്റെ പിന്നിലുള്ളത്. സാറിനോട് എന്തെങ്കിലും സംശയമുള്ള ദയവായിട്ട് ചോദിക്കാൻ, അതിനാണ് സമയം തന്നിരിക്കുന്നത്. ഒരുപാട് മെഡിസിനെ കുറിച്ച് സാറ് പറയാൻ. അതുകൊണ്ട് ഒരു 10-30 റെയർ മെഡിസിൻ ഉണ്ട് ഇതിനകത്ത്. അതല്ല, വളരെ ക്ലിയർ ആണ്, എല്ലാം വളരെ വ്യക്തമായിട്ട് സാർ പറയുകയുണ്ടായി. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്, അത് ഉപയോഗപ്പെടുത്തണമെന്ന് പറയാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ സാറിന്റെ കേട്ടപ്പോൾ ആലോചിച്ചതാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് കുറവ് ഹോമിയോപ്പതിയിൽ ഉണ്ടെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സാറൊക്കെ ഒരു
10-20 നിലയുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സിക്കേണ്ട അവസ്ഥ ഇരിക്കുന്നുണ്ട്. അത്രയും പേഷ്യൻസ് ഉണ്ട്. ഏതാണ്ട് 1.52% ആൾക്കാർ ലിവർ ഡിസീസിൽ സഫർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ മറ്റ് മരുന്നുകളാണെങ്കിൽ മരുന്ന് കൊടുത്ത ലിവർ കൂടുതൽ ഡാമേജ് ആകുകയുള്ളൂ. അപ്പൊ ഇതെല്ലാം പ്രിവെന്റിനുള്ള സേഫ് മെഡിസിൻ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ലിവർ ഡിസീസിൽ ഹോമിയോപ്പതി തന്നെയാണ്. പക്ഷേ നമുക്ക് അതെ സാറേ. ഇൻവെസ്റ്റ്മെന്റ് കുറവായതാണ് പ്രശ്നം വന്നത്. അല്ല, നമുക്ക് ആ രീതിയിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. കാര്യം ഇത് അടുത്ത തലമുറ നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങളാണല്ലോ. തീർച്ചയായും. കാര്യം നമ്മളൊക്കെ പിടിച്ചു കയറിയപ്പം നമ്മൾ പല പല സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതിലൊരു വലിയ കാര്യം സമ്പത്ത് തന്നെയായിരുന്നു. ഫോറിൻ മെഡിസിൻ ഒന്നും നമുക്ക് അപ്രോച്ചബിൾ അല്ല. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വണ്ടറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കണതിൽ 80-85% ഞങ്ങൾക്ക് ക്ലിയർ കിട്ടുന്ന ഒരു മെഡിസിൻ ഉണ്ട്, പാരാബെൻസോകൊനൈൻ. ആ. ഈ പാരാബെൻസോകൊനൈൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ തെറാപ്പറ്റിക്സ് ബുക്കിലൊന്നും ഇല്ല. ഇത് ഫറൂഖ് മാസ്റ്ററുടെ പിന്നെ ഒരു കോൺഫറൻസിൽ നിന്ന് എനിക്ക് കിട്ടിയ ക്ലൂ ആ. ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ ശാരദാകൃഷ്ണയിൽ വന്നപ്പോ അതിനു വേണ്ടി മാത്രം ലക്ഷ്മി എന്റെ മോളെ ഞാൻ വിട്ടു. അവിടെ ഇരുന്ന് സൂദൻ സാറിന്റെ ഒക്കെ സഹായം കൊണ്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു കൺസൾട്ടേഷൻ കിട്ടി. അദ്ദേഹത്തിനോട് ചോദിച്ചത് എവിടുന്ന് കിട്ടും സാറേ. നമ്മുടെ പല ഹോമിയോ ഡോക്ടർമാരോടും ചോദിച്ചപ്പോൾ അത് കളിപ്പാടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ബട്ട് ഞാനത് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന്റെ ഒരു പുറകിൽ നിന്നപ്പോൾ ഹീലിയോൺസ്, ബ്രിട്ടനിലെ ഹീലിയോൺസ് ഫാർമസി, ബ്രിട്ടനിലാണെന്ന് തോന്നുന്നില്ല, ഹീലിയോൺസ് ഫാർമസിയിൽ നിന്ന് അവിടുന്ന് ഉള്ള എൻ്റെ ഒരു പേഷ്യൻസ് അപ്പി തന്നായിരിക്കും. അത് ഒരു 80-85% ക്യൂറബിളാണ്. പിന്നെ ഞാനത് വരുത്തി. അപ്പൊ ഒരു 3x 4x ഉണ്ട്, 6x ഉണ്ട്, 12x ഉണ്ട്, 20x ഉണ്ട്. ഒരു 12x തന്നെ വൈറൽ ലോഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞ് നോർമൽ ആവുന്നുണ്ട്. അപ്പൊ അതൊരു അത്ഭുതകരമായ മരുന്നാണ്. ഇറ്റ് ഈസ് ഹോമിയോപ്പതി. അപ്പൊ നമുക്ക് അതുപോലുള്ള സാധനം അതിന്റെ പുറകിൽ നമ്മളിങ്ങനെ കടിച്ചു തൂങ്ങണം. ബിയോണ്ട് ലാഭം, ബിയോണ്ട് മണി. കാര്യം ഒരു ക്യൂർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്യൂർ കിട്ടുമ്പോൾ നമുക്ക് വേറെ പേഷ്യൻസ് വന്നിട്ട് തന്നോളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 മനസ്സുമായിട്ട് ഹോമിയോപ്പതിയില് എല്ലാവരും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഈസി. സാറാ പറഞ്ഞാണ് അന്വേഷണം. സാർ ഇങ്ങനെ നിരന്തരമായി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ടീച്ചറെ യാത്ര ചെയ്ത് മോളെ പറഞ്ഞു വിട്ട് അതിന്റെ പുറകെ നോക്കുകയും അപാരമാണ്. അതെ അല്ലെങ്കിൽ സാറേ ഫറൂഖ് മാസ്റ്റർ ഫോണിൽ കിട്ടത്തില്ല. അതെ അദ്ദേഹത്തിന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ഒരു 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 സ്നേഹബന്ധം ഉണ്ടാക്കിയതിന്റെ ഗുണം അദ്ദേഹം പേഴ്സണലായിട്ടുള്ള കോൺഫറൻസിന്റെ നമ്പർ കിട്ടി. അപ്പൊ എല്ലാ ആഴ്ചയും ഓരോ കുട്ടൻസാ. കാര്യം ഈയിടെ ഒരു പിന്നെ ഈ മാസത്തിന്റെ ആദ്യം ഗുഡ് മോർണിംഗ് സാർ, ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് ജൂലൈ, ഓക്കെ ഫൈൻ, എനിത്തിങ് സ്പെഷ്യൽസ് ടു ഗിവ് മീ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൂക്കീമിയ. അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്ന അലോപ്പതി ക്യാൻസർ സെന്ററിൽ വളരെ മോശം അവസ്ഥയിൽ, പ്ലേറ്റ്ലെറ്റ്സ് ഇല്ല, ടോട്ടൽ കൗണ്ട് 1000-ന് താഴെയായി, ഭയങ്കര സിവിയർ അനീമിയ, 3-4 ഇൻഫ്യൂഷൻ ബ്ലഡ് കൊടുത്തു, രക്ഷയില്ല. അപ്പൊ ആ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർമാർ ഇദ്ദേഹത്തിന് നിർബന്ധിച്ചപ്പോ അദ്ദേഹം കൊടുത്തത് ആകെ കൊടുത്ത ഒരു ഡോസ് മെഡിസിനാ. പക്ഷേ 1-2 ആഴ്ച കൊണ്ട് ആ പേഷ്യനെ നല്ല സ്റ്റാറ്റസിലാക്കി ഡിസ്ചാർജ് ചെയ്തെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു മെഡിസിൻ കാഡ്മിയം മെറ്റാ. കാഡ്മിയം മെറ്റ് കൊടുത്തത് 31 ഡോസാണ്. അപ്പൊ അതുപോലുള്ള ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒത്തതാ. അന്നത്തെ സ്വതം സാറിന്റെ ഒക്കെ ഒരു അദ്ദേഹത്തിനെ അവിടെ സംഘടിപ്പിക്കാനും ഞങ്ങൾ ഈ മനസ്സോടുകൂടെ അവിടെ പോകാനും കുത്തിയിരിക്കാനും കാണാനും പിടിക്കാനും. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞ ഈലിയൻസിൽ ഇത് കിട്ടുമെന്ന്. അവിടെ നിന്ന് ഞങ്ങൾ പേഷ്യനെ വരുത്തി. ഇപ്പൊ ഞങ്ങൾ നേരിട്ട് വരുത്തുക. നഷ്ടങ്ങളുണ്ട്, പക്ഷേ ക്യൂർ ഉണ്ട്. അതെ ഡോക്ടർ സുഗതൻ ഇത്തരം കാര്യം ഒരു പ്രത്യേക പാഷനുള്ള ആള്, ഒരു അപാരമായ കഴിവുള്ള ആളാണ് സുഗതൻ ഡോക്ടർ. അതെ സാറേ, അതെ സാറേ, അതെ അദ്ദേഹത്തിന് ഒത്തിരി നന്ദി പറയുക ഈ അവസരത്തില്. ഡോക്ടർ സുഗതൻ അൺമ്യൂട്ട് ചെയ്യാമോ? ഒത്തിരി കടപ്പാടുണ്ട് സാറേ. അദ്ദേഹം ആണ് എന്റെ ഒരർത്ഥത്തിൽ എന്റെ മോടെ ഗുരു. അദ്ദേഹം ആദ്യം ഞങ്ങൾ അവിടെ ചെന്നപ്പോ കാണുന്ന സുഗതൻ സാറിനെ. അതെ, പേര് എല്ലാവർക്കും നല്ല ഗതി ഉണ്ടാകാൻ കാരണമായ വ്യക്തിയുടെ ഡോക്ടർ സുഗതൻ. അതൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? മൈക്ക് സിമ്പിൾ ഉണ്ടോ, അത് അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്താൽ മതി, മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യണേ. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു ഭാവത്തോടെ എല്ലാം ചെയ്യുന്ന ഡോക്ടർ സുഗതൻ പ്രത്യേകത. പറയൂ ഡോക്ടർ സുഗതൻ. സുഗതൻ സാറേ, ഓരോരോ അവസരങ്ങൾ. അതെ അല്ല
സാറിന്റെ ഒരു അവസരത്തിൽ ഞങ്ങൾ എന്തുമാത്രം ചൂഷണം ചെയ്തു ഹോമിയോപ്പതിക്ക് വേണ്ടി എന്ന് ഇപ്പൊ സാറ് ചിന്തിക്കും. സാർ, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പല വിഷയങ്ങളും നമുക്ക് സഹായിച്ചാലും നമുക്കത് അനുഭവിക്കാൻ പറ്റാത്ത നിറയെ സാഹചര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ ഒത്തിരി പ്രോഗ്രാംസ് നടക്കാറുണ്ട്, പക്ഷെ പലതിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതറിയാം സാറേ. സാറ് പ്രിൻസിപ്പൾ അല്ലായിരുന്ന കാലത്താണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. എന്നാൽ പോലും അന്ന് തിരക്കാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹി പോയി, തൊട്ട ദിവസം ചെന്നൈ പോയി, ഇങ്ങനെ യാത്രയോട് യാത്ര. എനിക്കൊന്ന് ഹോമിയോപ്പതി ഡോക്ടർമാരിൽ ഏറ്റവും യാത്ര ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ മനോജ് ഡോക്ടർ മ്യൂട്ടായി പോയി. മനോജ് ഡോക്ടർ മ്യൂട്ടാണ്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര യാത്ര ചെയ്തിട്ടുള്ള വ്യക്തി ഡോക്ടർ സുഗതനായിരിക്കും. വിദേശത്ത് പോയിട്ട് ഒരുപക്ഷെ ജോസ് എസ് സാറായിരിക്കും. രണ്ടുപേരും IFPHന്റെ ഭാഗം തന്നെയാണെന്നുള്ളതാണ് രസകരമായ കാര്യം. അപ്പൊ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി വരുന്നു. ഷൈൽ ഡോക്ടർ എന്ത് പറയുന്നു? നന്ദി കൂടെ പറയൂ. ഓക്കെ. ഈ ക്ലാസ്സിന്റെ അവസാനം എനിക്ക് പറയേണ്ടത്, ഈ തെറാപ്പിറ്റിസ്റ്റിന്റെ അവസാനം കൊടുക്കുന്ന യൂക്കാ ഫിലമെന്റോസ ഏറ്റവും കൂടുതൽ കാര്യം. നമ്മൾ ഈ ലിവർ പേഷ്യന്റിൽ നോക്കി അടുത്ത് ചെല്ലുമ്പോൾ ഒരു ഒഫൻസീവ് സ്മെല്ലുണ്ടാകും. സിറോസിസ് വിത്ത് അസൈറ്റിസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ക്ലൂ ഫോർ യൂക്കോ ഫിലമെന്റോസ. പെട്ടെന്ന് ജോണ്ടിസ് കുറയും, അസൈറ്റിസും കുറയും. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ യൂക്കാ ഫിലമെന്റോസ വാങ്ങിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇനിയും കൂടാം ഇതിന്റെ തെറാപ്പറ്റിക്സുമായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ. ഓക്കെ, നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഇതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് ദിനവുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക പ്രോഗ്രാം നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയത് കുലശേഖരം ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ സുഗതൻ NV സാറാണ്. സാറ് ഈ ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ ഹെപ്പറ്റൈറ്റിസ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. ഹെൽത്തി ഫുഡിന്റെ കാര്യവും ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതിനെ കുറിച്ചും, കറക്റ്റായിട്ടുള്ള ചെക്കപ്പ്, എക്സർസൈസ്, മനസ്സിന്റെ നല്ല അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ സാറ് ചൂണ്ടി പറഞ്ഞു. കൃഷിയിലേക്ക് തിരിയുക എന്നുള്ളതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. അങ്ങനെ നല്ലൊരു ഉദ്ഘാടന പ്രഭാഷണവും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സാറിന്റെ IFPHന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ നമുക്ക് നല്ലൊരു പ്രഭാഷണം, ഹോമിയോപ്പതിയിൽ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെ മാനേജ് ചെയ്യാം, ഹെപ്പറ്റൈറ്റിസ് മാത്രമല്ല ലിവറിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതൽ സാർ എല്ലാ പ്രാവശ്യത്തെയും പോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നു. ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ ഒരു കീറാമുട്ടിയായിട്ടാണ് പലപ്പോഴും നമുക്ക് തോന്നാറുള്ളത്. സാർ അതൊക്കെ നിഷ്പ്രയാസം പല മരുന്നുകളും നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് റെയർ മെഡിസിനും പറഞ്ഞു തന്നു. അങ്ങനെ നല്ലൊരു പ്രഭാഷണമാണ് മധുസൂദന പണിക്കർ സാറ് ഇന്ന് നമുക്ക് എടുത്തു തന്നത്. സാറ് IFPHൽ ഒത്തിരി ക്ലാസ്സുകൾ എടുത്ത IFPHന്റെ തന്നെ സ്വന്തം മധുസൂദന പണിക്കർ സാറാണ്. അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പം ചേരുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തതിന് IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിക്കുവാനായി എത്തിയ ഡോക്ടർ ഷീല പ്രേം ഡോക്ടറെയും IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ പ്രത്യേക പ്രോഗ്രാം നമുക്കായിട്ട് പ്രത്യേക എഫേർട്ട് എടുത്ത് നമ്മൾ ഇതെല്ലാം സൂമിൽ കൊണ്ടുവരുന്ന ഡോക്ടർ മനോജിനെയും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ ഈ ഓഡിയൻസ് ആയിട്ട് എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി സ്നേഹികൾ, സ്റ്റുഡൻസ്, ഒത്തിരി പേരിന്ന് പാർട്ടിസിപ്പേഷനും ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഒപ്പം IFPHന്റെ പേരിലുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മധുസൂദന പണിക്കർ സാറിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശങ്കരാചാര്യന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഹസ്താമലകനായിരുന്നു. അതായത് ഉള്ളം കയ്യിൽ വെച്ചൊരു നെല്ലിക്ക എങ്ങനെയാണ് അതുപോലെയാണ് ഹസ്താമലകന് വേദാന്തത്തെ കുറിച്ച് അറിയുന്നത്. അത്ര അറിവുണ്ടെന്നുള്ളതാണ്. അല്ല, ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയതാണ്. പ്രായം കൂടി വരുന്തോറും ഇതുപോലെ അറിവും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കാനുള്ള കഴിവൊക്കെ സാറിന് കൂടി വരികയാണ്. അതും പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിറം വെച്ചു. പിന്നെ അതുപോലെ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ കുറെ ആലോചിച്ചു, ആരെയത് കൊണ്ടുവന്ന് ആലോചിച്ചപ്പോഴാണ്
ഈ വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ കിടന്ന് നടക്കേണ്ട ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നും. ഉടൻ മധുസൂദൻ താങ്ക് യു സാറേ. സാർ ഉടനെ തന്നെ സമ്മതിക്കുകയും ചെയ്തു. എന്തായാലും നമുക്ക് നാളെ ഇതേ സമയം വീണ്ടും കാണാമെന്ന് ശുഭപ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശരി.